കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് നേരം കളയാതെ അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി പോയിട്ട് അപ്പൊ പെട്ടെന്ന് വാ, കീടവാസ് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് നിൽക്കണ കോലാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോണർ അടിച്ചു കണ്ടിട്ട്, കാരണം നമുക്ക് മേക്കപ്പ് നന്നായി ലാസ്റ്റ് ചെയ്യാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം. സ്റ്റേ വരും നമുക്ക് അടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇന്നായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്തു വെറുതെ കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫോറെവറിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഇടുന്നത്. ഈ ഒരു ബോട്ടിൽ മേടിച്ച് നമുക്ക് കുറേ നാളെ യൂസ് ചെയ്യാം. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പരട്ടണ കുഴമ്പ്. ഫേസ് ഫുൾ ഇട്ടതിന്റെ ശേഷം ഞാൻ ഫേസ് സ്കാൻ്റെ കോമ്പാക്ട് ഇട്ടിട്ട് ഫേസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വായിച്ചു അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. പിന്നെ ഫേസ് സ്കാൻ്റെ തന്നെ ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. നിന്റെ കച്ചവടം ഇതിന് പുറത്തു മതി, പക്ഷെ അടിപൊളിയാണ്. പിന്നെ ലാക്മിയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തപ്പോ എന്റെ മേക്കപ്പ് ആണ് തീർന്നിട്ടുണ്ട്. എന്റെ മുഖത്ത് പൗഡർ അധികം ഉണ്ടോ? എല്ലാം അധികമായതുകൊണ്ട് പൗഡറായിട്ട് മാത്രം എടുത്ത് കാണിക്കുന്നില്ല. അതിനിതാ ഞാൻ സാരി എല്ലാം എടുത്ത് വന്ന് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കായിട്ട് കുറെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ഈ ഒരു മേട്ടിന് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാറുള്ള അവനാണ് കേട്ടോ. ഇത്രയും കേമപ്പെട്ട ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാണ്. ഇന്നത്തെ ഈ പർച്ചേസിങ്ങിന്റെ പിന്നിലും അവൻ തന്നെയാണ് ആള്. അല്ലോ ചെലവോട് ചെലവ്. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. പിന്നെ തയ്ക്കേണ്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇന്നത്തെ സാർ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയ ബാക്കി എല്ലാം അടിപൊളിയാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ ഫേസിൽ കുരുക്കൾ വരുന്നുണ്ട്, പാടുകളുണ്ടായിരുന്നു. അങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. അയ്യോ അതെന്ത്? എന്നിട്ട് എന്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്റെ ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഇത്രയും കാലമില്ലാത്ത പ്രശ്നം പെട്ടെന്ന് പൊട്ടി മുളയ്ക്കണമെങ്കിൽ വേറെ കാരണം ഒന്നും നോക്കണ്ട. കണ്ണി കണ്ടതൊക്കെ വാരി തേച്ചത് കൊണ്ട് തന്നെ വന്നതാണ്. അതെങ്ങനെ മനസ്സിലായി? സൺലൈറ്റ് അടിക്കുമ്പോൾ സ്കിന്ന് സെൻസിറ്റീവ് ആവുന്നു, റെഡിഷ് ആവുന്നു എന്നല്ല പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയോ? വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഡോക്ടർ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എങ്ങനെയൊക്കെ ആവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടറിയാം. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം.